നവകേരള ബസ്സിൽ കയറാൻ ആളില്ല. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്കുള്ള സർവീസ് നിലച്ചിരിക്കുകയാണ്. എം.എസ്. അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, എന്താണ് കാര്യം? മഞ്ജുഷ്, സംസ്ഥാന സർക്കാർ, അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസ്ഥാനമൊട്ടാകെ നവകേരള സദസ്സുമായി സന്ദർശിച്ച ബസ്സാണ് ഈ ബസ്. ഇതിനുശേഷം ഈ യാത്ര കഴിഞ്ഞ ശേഷം ഈ ബസ് എന്ത് ചെയ്യുമെന്ന ചോദ്യം ഉയരുകയും വലിയ വിമർശനങ്ങൾ, വലിയ തുക മുടക്കി ഈ ബസ് നിർമ്മിച്ചതിനെതിരെ ഉയരുകയും ചെയ്തു. ഇതേ തുടർന്നാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഓടുന്നതിനായി ഈ ബസ് നിശ്ചയിക്കുകയും ചെയ്തത്. ആദ്യ ദിനങ്ങളിൽ വലിയ ആർഭാടമായി, വലിയ യാത്രക്കാരുടെ തിരക്ക് ബാഹുല്യമൊക്കെ ഈ ബസ്സിനുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യാത്രക്കാരുടെ എണ്ണം ശുഷ്കമായി വരികയും കഴിഞ്ഞ 2 ദിവസമായി ഒരു യാത്രക്കാർ പോലും ഈ വാഹനത്തിൽ, ഈ ബസ്സിൽ പോകാൻ ഇല്ലാത്ത അവസ്ഥ വരികയുമാണ്. ഇതേ തുടർന്ന് കഴിഞ്ഞ 2 ദിവസമായി ബസ് ഓടിക്കാതെ തന്നെ കോഴിക്കോട്ട് KSRTC ബസ് സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. KSRTC അധികൃതർ തന്നെ പറയുന്നതനുസരിച്ച് 60,000 രൂപയെങ്കിലും പ്രതിദിന കളക്ഷൻ ഉണ്ടായാൽ മാത്രമാണ് ഈ വാഹനം നഷ്ടമില്ലാതെ ഓടിക്കാൻ കഴിയുകയുള്ളൂ. ഒരു 40-50 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ തൽക്കാലം ഓടിച്ചു പോവുകയെങ്കിലും ചെയ്യാം. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 15,000 രൂപ പോലും കളക്ഷൻ ഈ വാഹനത്തിനുണ്ടാവുന്നില്ല. മുൻകൂർ ബുക്കിങ്ങും കാര്യമായി ഉണ്ടാവുന്നില്ല. വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കൈ കാണിച്ചു പോലും ഒരു യാത്രക്കാരും ഈ ബസ്സിൽ കയറുന്നില്ലെന്നാണ് അവർ പറയുന്നത്. ഒന്നാമത് വലിയ ചാർജാണ്. ഈ 1175 GST ഒക്കെ അടക്കമാകുമ്പോൾ വലിയ ചാർജാണ് കോഴിക്കോട് നിന്നും ബംഗളൂരു വരെ പോകുന്ന ഈ ട്രിപ്പിനുള്ളത്. മറ്റൊന്ന്, പുലർച്ചെ 2 മണിക്കാണ് ഇതിൻ്റെ സർവീസ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് ആരെങ്കിലും ദൂരയിൽ നിന്നൊക്കെ വന്ന് ഈ വാഹനത്തിൽ കയറാനുള്ള ഒരു അസൗകര്യം ഉണ്ടാവുന്നു. ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്നത് 2 മണിക്കാണ്. ആ സമയത്തും ആളുകൾ കയറാനില്ല. കാരണം വൈകുന്നേരങ്ങളിലാണ് യാത്രക്കാർ കൂടുതലും ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരാനുള്ളത്. അതുകൊണ്ട് തെറ്റായ സമയ നിശ്ചയവും ഒപ്പം വലിയ യാത്രാ നിരക്കുമാണ് ആളുകൾക്ക് ഈ വാഹനം വേണ്ടാതാക്കിയിരിക്കുന്നത്. നേരത്തെ CPM നേതാക്കളൊക്കെ പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ കയറിയ വാഹനത്തിൽ കയറാൻ ആളുകളുടെ തിരക്കായിരിക്കും, അത് ഒരു മ്യൂസിയത്തിൽ വെച്ചാൽ പോലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. ആ ബസ്സിനെയാണ് ഇപ്പോൾ നാട്ടുകാർ കൈവിട്ടിരിക്കുന്നത്. ഈ പണത്തിൻ്റെ അല്ലെങ്കിൽ ഈ നിരക്ക് നൽകിയാൽ കർണാടക സർക്കാരിൻ്റെ നല്ല വോൾവോ ബസ്സുകളോ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ തന്നെ സൂപ്പർ ഡീലക്സ് അടക്കമുള്ള മറ്റു വാഹനങ്ങളിലോ വരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നവകേരള ബസ് ആദ്യത്തെ തിരക്ക് മാറിയ ശേഷം ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അക്ഷരാർത്ഥത്തിൽ KSRTC ബസ് സ്റ്റാൻഡിൽ കട്ടപ്പുറത്തായി ഇപ്പോൾ. ശരി അനീഷ്, എന്തായാലും ഇക്കാര്യം അനീഷ് നേരിട്ട് അവിടെ ചോദിച്ചിരുന്നുവല്ലോ. ആ അനീഷ് ചോദിക്കുന്നതിൻ്റെ ആ ദൃശ്യങ്ങളുമുണ്ടല്ലോ, അതിലേക്ക് അതുകൂടി കണ്ടിട്ട് വരാം. നമ്മുടെ വണ്ടി ഇന്ന് പോകുന്നുണ്ടോ നവകേരള ബസ്സിന്? ട്രിപ്പുണ്ടോ? ഇന്ന് പോയിട്ടില്ല. രാവിലെ ആയിരുന്നു പോകുന്നത്. ആളില്ലാത്തതുകൊണ്ട് തന്നെ പോകുന്ന. ഇന്നലെ പോയില്ലല്ലോ. ഇപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് പോകാറില്ല. ആള് കുറവാണോ? ആള് കുറവാണ്. ബുക്കിംഗ് കുറവായതുകൊണ്ട് മിക്കവാറും ദിവസങ്ങൾ അങ്ങനെ അല്ലേ? എത്ര പേരുണ്ടല്ലോ മിനിമം? അങ്ങനെ വല്ലതും ഉണ്ടോ? അതോ ഒരു 35,000-36,000 കിട്ടാണ്ട് ഒന്ന് മുതലാവില്ലല്ലേ? അത്രയും വേണം. അത്രയും ഇല്ല, മുതലാവില്ല. അപ്പം ചെറിയ യാത്രക്കാരൊന്നും പോരാ. 50,000 കിട്ടിയിട്ടുണ്ടായിരുന്നു. 60,000 അന്ന് ഇടില്ലേ, 60,000-50,000 കിട്ടിയിരുന്നു ആദ്യ സമയത്ത്. ഇപ്പോൾ അതാ ഒന്നാമത് ടൈം എങ്ങനെയാണ്? എൻ്റെ ടൈം 4 മണിയായേ. 4 മണി ബുക്കിംഗ് മാത്രമല്ലേ കിട്ടും, വേറെ കിട്ടില്ല. പുലർച്ചെ 4 മണിയല്ലേ? പുലർച്ചെ 4 മണിക്ക് ഇവിടുന്ന് പോകുന്നത് അല്ലേ? ടൈമൊക്കെ മാറ്റി ചിലപ്പോൾ വ്യത്യാസം കാണും. രാവിലെ 6-6:30 ആക്കിയാൽ ആള് നേരം വരുന്നിട്ടാണ് കുഴപ്പമില്ല. ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴോ? ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ വലിയ ആളില്ല. അത് അങ്ങനെ തന്നെയാണ്. 2 മണി 2:30 പുലർച്ചെ 2 മണിക്ക് വരിക? അല്ല ഉച്ചയ്ക്ക് അവിടെ നിന്ന് 2:30. ഉച്ചയ്ക്ക് 2:30 വരും. അപ്പോൾ ഇത് വലിയ ആളൊന്നും ഇല്ല. പിന്നെ ചാർജ് വൈകുന്നേരം ആയിരിക്കണം തിരിച്ചു വരണമെങ്കിൽ. അപ്പോൾ അങ്ങോട്ട് ആളുണ്ടാവും. അങ്ങനെ തന്നെ രാവിലെ 4 മണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് വേറെ ആരും ഇറങ്ങിയല്ല. ബുക്ക് ചെയ്യുന്ന ആൾക്കാർ വരാൻ ബുദ്ധിമുട്ടല്ലേ? ശരിക്കൊരു 6-6:30 ഒക്കെ ആണെങ്കിൽ റീഷെഡ്യൂൾ ചെയ്താലല്ലേ? പിന്നെ ചാർജും ഹൈ ആയതുകൊണ്ട് ചാർജും ഹൈ 1800 കണ്ടല്ലേ? 1800 അതെന്തോ. സാധാരണ ഇവിടെ ഡീലക്സ് മറ്റേതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ 700-800 ആ റേഞ്ചിലല്ലേ വരുന്നത്. കർണാടകയുടെ വോൾവോ ഉണ്ട് അല്ലേ? അപ്പൊ എന്ത് തീരുമാനം എടുക്കണമെന്നൊന്നും ആയിട്ടില്ല. തൽക്കാലം ആളില്ലാത്തൊന്നും പോകുന്നില്ല എന്നുള്ളൂ.
ബുക്കിംഗ് തീരെയില്ല അല്ലേ? ഇല്ല. ഓൺലൈൻ ബുക്കിംഗ് തീരെ വരുന്നില്ല. കുറവാണ്. ബുക്കിംഗ് ഇല്ല. അതിനാൽ തന്നെ പല ദിവസങ്ങളിലും നവകേരള ബസിന്റെ സർവീസ് നിർത്തേണ്ടി വരികയാണ് എന്നാണ് ജീവനക്കാരും പറയുന്നത്. അനീഷ്, അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഒന്ന് ബുക്കിംഗ് ഇല്ല, മുതലാവുകയില്ല, പിന്നെ ചാർജ് കൂടുതലാണ്, അതുപോലെ തന്നെ ടൈമിന്റെ കാര്യത്തിലും പ്രശ്നമാണല്ലോ ഇവർ പറയുന്നത്. ജീവനക്കാർക്ക് ഇതിനൊരു കാര്യം അറിയാവുന്നതാണല്ലോ എന്താണ് പ്രശ്നമെന്ന്. അപ്പോൾ ഒരു റീഷെഡ്യൂൾ ചെയ്യുവാനുള്ള സാധ്യതയും ഉണ്ടോ? വരും ദിവസങ്ങളിലെ ബുക്കിങ്ങും ഇങ്ങനെ തന്നെയാണോ, വളരെ കുറവാണോ? തീർച്ചയായും ഓൺലൈനിൽ വരും ദിവസങ്ങളിലേക്കും ഈ നവകേരള ബസ്സിൽ ആരും യാത്ര ബുക്ക് ചെയ്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. നമ്മൾ പോലും സാധാരണഗതിയിൽ ഇപ്പോൾ ഏതെങ്കിലും യാത്രകൾക്ക് കോഴിക്കോട്ടേക്കോ കോട്ടയത്തേക്കോ തിരുവനന്തപുരത്തേക്കോ ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ പോലും പല ദിവസങ്ങളിലും 2-3 ദിവസം മുമ്പൊക്കെ KSRTC ബസ്സിൽ ബുക്കിംഗ് ഉണ്ടാവാറുണ്ട്. പകുതിയിലധികം സീറ്റുകൾ ബുക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥയുമുണ്ട്. പക്ഷേ നവകേരള ബസ്സിന് മാത്രം ഒരു ബുക്കിങ്ങും ഇല്ല എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ കൗതുകകരമായ കാര്യം. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ അദ്ദേഹം നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടെ ആ കൗണ്ടറിൽ പറഞ്ഞ രീതിയിൽ തന്നെയാണ്. ഒന്ന്, ഇതിൻ്റെ ചാർജ് വർദ്ധിച്ച ചാർജാണ്. 2, ഈ ബസ്സിൻ്റെ സമയം പുലർച്ചെ 4 മണിക്കൊക്കെ വന്ന ആളുകൾ ബസ് കയറി ബംഗളൂരുവിലേക്ക് പോവുക, അവിടെ ചെന്നിട്ടുള്ള ആ സമയകാര്യങ്ങളൊക്കെ അത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയമാണ്. 2, ബംഗളൂരുവിൽ നിന്ന് പോരുമ്പോഴും ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ യാത്ര പുറപ്പെടുന്ന ആളുകൾ വളരെ കുറവാകും. കാരണം ബംഗളൂരുവിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോയി ഓഫീസിലോ മറ്റ് ബിസിനസ് കാര്യങ്ങൾക്കോ പോകുന്നവർ ഓഫീസ് സമയം കഴിഞ്ഞെങ്കിൽ മാത്രമാണ് അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോരേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നവകേരള ബസ്സിൽ യാത്ര ചെയ്യണമെന്ന് കരുതി മാത്രം യാത്ര നേരത്തെ തുടങ്ങുകയും വൈകി അവസാനിപ്പിക്കുന്ന ആളുകളൊന്നും കാണില്ല. അതുകൊണ്ട് വളരെ ചിന്തിതമായൊരു തീരുമാനം സർക്കാർ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകിയത്. കൊട്ടിഘോഷിച്ചു തുടങ്ങിയതാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ നവകേരള ബസ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ്. പക്ഷേ ഇപ്പോൾ ബുക്കിംഗ് തീരെയില്ല, പല ദിവസങ്ങളിലും സർവീസ് നടത്തുന്നില്ല KSRTC.